മനസ്സിലാകണം. ആ തെറ്റിയത് കൊണ്ട് അവിടെ നമ്മൾ വീണ്ടും എഴുതി ചേർത്തു എന്നുള്ളത് നമ്മൾ ഇനീഷ്യലി ചെയ്തുകൊണ്ട് അവിടെ അത് അംഗീകരിക്കണം. അപ്പൊ അത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ക്യാഷ് ബുക്കിന്റെ കുറച്ചുകൂടെ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. ഈ PDF അല്ലെങ്കിൽ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോ ആ സമയത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള തെറ്റുകളൊന്നും നിങ്ങൾ വരുത്താതെ നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ക്യാഷ് ബുക്ക് ചില സ്ഥാപനങ്ങളിലൊക്കെ MOSന് ഭയങ്കര മോശമായിട്ട് പരിപാലിച്ചതായിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വന്നിട്ടുള്ളതായിട്ട് കാണണം. നിങ്ങൾ ചില സ്ഥാപനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ. അതായത് ക്യാഷ് ബുക്കിൽ നിന്നും തുക ബാങ്കിൽ അടക്കുമ്പോഴും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോഴും അതിന്റെ അതേ കോളത്തിൽ തന്നെ എഴുതി ക്ലോസിംഗ് ബാലൻസ് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഫിസിക്കൽ ക്യാഷ് എത്രയാണ്, നമുക്ക് ചിലപ്പോൾ മാസാവസാനം നമുക്ക് കുറച്ച് ക്യാഷ് ഇവിടെ നമ്മുടെ കയ്യിലുണ്ടാകും, ബാങ്കിൽ എത്രയുണ്ടാകും. അപ്പൊ ഇതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ഇത്രയാണ് എന്നുള്ള ഒരു സാധൂകരണം നൽകണം. ഒപ്പം തന്നെ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യണം. അതായത് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ആ 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതിയുള്ള ബാലൻസും നമ്മുടെ ക്യാഷ് ബുക്കിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സോറി ബാങ്ക് ബാലൻസ് എന്നുള്ള കോളത്തിനകത്തുള്ള ബാലൻസും ഒന്നാണ് എന്നുള്ളത് ചെയ്യണം. നമ്മൾ ഒരേ തുകയാണ് ടാലി ആവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അതിനെയാണ് ഈ റീകൺസിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ടെലിഫോൺ ചാർജ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാര്യം പിന്നീടൊരു സ്ലൈഡിലും കൂടെ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്തു തരേണ്ടത് HMC അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പഞ്ചായത്താണ്. പക്ഷെ നമുക്കറിയാം ഒരു പഞ്ചായത്തിൽ നിന്നും ഈ ഒരു ഫണ്ട് ചിലപ്പോൾ നേരത്തെ ആണെങ്കിൽ ബി ഫണ്ട് എന്നുള്ള രീതിയിലാണ് അനുവദിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അത് പ്രത്യേക പ്രൊജക്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഒക്കെ അതുപോലെ തന്നെ ടെലിഫോൺ ചാർജ് ആയി കഴിഞ്ഞാലും കൃത്യസമയത്ത് തന്നെ അടക്കണമെന്നും അല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ കട്ടാകും എന്നുള്ളതും കൊണ്ട് നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ HMC ഫണ്ടിൽ നിന്നും അത് എടുത്ത് അടക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് HMCയിൽ നിന്ന് എടുക്കുന്നത് നമ്മളൊരു അഡ്വാൻസ് ആയിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആ അഡ്വാൻസ് എടുത്തതിന് ശേഷം അതേ തുക നമ്മൾ പിന്നീട് പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയിട്ട് അത് HMCയിലേക്ക് തിരിച്ചടക്കേണ്ടതാണ്. അപ്പൊ ആ തിരിച്ചടക്കാത്തതിന് ഉള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ് ഇത്. അതുപോലെ തന്നെ ദിവസ വരുമാനം എല്ലാ ദിവസവും ബാങ്കിൽ അടയ്ക്കേണ്ടതാണ് എന്നുള്ളതും കൂടിയുണ്ട്. അപ്പൊ എത്ര ഒക്കെ കയ്യിൽ സൂക്ഷിക്കാം എന്നുള്ളതിന് മറ്റൊരു MOയ്ക്ക് കൊടുത്ത ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ കാണിച്ച് പിന്നീട് പറയാം. പിന്നെ അതുപോലെ തന്നെ വൗച്ചറുകൾക്ക് നമ്പർ രേഖപ്പെടുത്തുന്നതിന്റെ കാര്യമുണ്ട്, അതും പിന്നീട് പറയുന്നുണ്ട്. പിന്നെ വെറുതെ ഒരു എമൗണ്ട് എഴുതി വെച്ചാൽ മാത്രം പോരാ ക്യാഷ് ബുക്കിനകത്ത്. അത് എന്തിനാണ്, അതായത് OP ടിക്കറ്റ് രജിസ്റ്റർ വാങ്ങിച്ചു അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പയറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ കൃത്യമായിട്ടുള്ള വിവരം ക്യാഷ് ബുക്കിനകത്തും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോൾ തന്നെ എന്തിനാണ് വെറുതെ ഒരു ചെക്ക് നമ്പറോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളോ മാത്രം എഴുതിയാൽ പോരാ, എന്തിനാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു വിവരണം കൂടി ക്യാഷ് ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ക്യാഷ് ബുക്ക് എങ്ങനെ നന്നായി പരിപാലിക്കാം എന്നുള്ളതിന് ഒരു MOയ്ക്ക് കൊടുത്തതാണ്. അതായത് ട്രഷറിയിൽ നടക്കാൻ മാറ്റിക്കിടക്കുന്ന എല്ലാ ബില്ലുകളും ക്യാഷ് ബുക്കിനകത്ത് വരവ് വെക്കണം. FWന്റെ കുറെ ഇടപാടുകൾ വരും, അതും ജനറൽ ക്യാഷ് ബുക്കിനകത്തേക്ക് കൊണ്ടുവരണം. പിന്നെ ചുരുക്കപ്പ് ചാർത്തണം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള സാക്ഷ്യപത്രം മാസാവസാനം എന്തായാലും സാക്ഷ്യപത്രം എഴുതണം. കാരണം ഫിസിക്കലി ക്യാഷ് അവസാനം കയ്യിലില്ല എങ്കിലും സാക്ഷ്യപത്രം ഓരോ മാസവും എഴുതണം എന്നുള്ളതാണ്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞതാണ്. അതായത് ഞാൻ പറഞ്ഞു നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാട്ടർ, ഗ്യാസ്, ടെലിഫോൺ ഇവയൊക്കെ നമ്മൾ HMC എടുക്കുമ്പോൾ അത് അഡ്വാൻസ് എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അതായത് അത് ചെലവാക്കുക അല്ലെങ്കിൽ അത് അടയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്തം LHCD ആണ്. അപ്പൊ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് നമ്മുടെ കയ്യിലുള്ള HMCയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ തിരിച്ച് HMCയിൽ അടക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. നമുക്ക് OP ടിക്കറ്റ് അല്ലെങ്കിൽ ലാബ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് പൈസ ഓരോ ദിവസം കൂടി ചിലപ്പോൾ 1000 രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുന്ന സമയങ്ങളുണ്ടാകും. അപ്പോൾ ഇന്ന് 1000 രൂപ കിട്ടി, അപ്പോഴാണ് പെട്ടെന്ന് OA വന്നിട്ട് പറയുന്നത്, സാർ ഇന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റി അടക്കാനുള്ള അവസാനത്തെ ഡേറ്റ് ആണ്, അപ്പോൾ ഒരു 600 രൂപ അടക്കാനുണ്ട് അല്ലെങ്കിൽ ഫോൺ ബില്ല് അടക്കാനുണ്ട്, ഒരു 600 രൂപ അടക്കാനുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ കിട്ടിയ ഇന്നത്തെ വരവ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയ 1000 രൂപയിൽ നിന്നും എടുത്തിട്ട് 600 രൂപ എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരിക്കലും ടെലിഫോൺ ബില്ലോ അല്ലെങ്കിൽ കറണ്ട് ബില്ലോ അടക്കാനായിട്ട് പാടുള്ളതല്ല. നമുക്ക് എന്താണോ വരവ് കിട്ടിയത് അത് കൃത്യമായിട്ട് ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ബാങ്കിൽ നിന്നും ചെക്ക് മുഖേനയോ അല്ലാതെയോ നമുക്ക് ആ ചെലവഴിക്കൽ നടത്തുന്നത് ചെക്ക് മുഖേനയോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ മാത്രമേ പാടുള്ളൂ. അതായത് നമുക്ക് നേരിട്ട് കിട്ടുന്ന പൈസ എടുത്ത് നമ്മൾ ചെലവഴിച്ചിട്ട് ബാക്കി ഇന്നിപ്പം 600 രൂപ 1000 രൂപ നമുക്ക് ലാബും HMC OP ടിക്കറ്റും കൂടെ കിട്ടി, 600 രൂപ നമ്മൾ ഇന്ന് ടെലിഫോൺ ബില്ല് അടച്ചു, 400 രൂപ കൊണ്ടുപോയിട്ട് ബാങ്കിൽ അടയ്ക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു ക്രയവിക്രയം ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല.
നേരെ മറിച്ച് നമുക്ക് കിട്ടുന്ന റെസീറ്റ് ആയിട്ടുള്ള എമൗണ്ട് എല്ലാം നമ്മൾ HMC അടക്കണം. നമ്മുടെ ചെലവുകൾ HMC ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ പറഞ്ഞു, ഇത് അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ HMC തുക എടുക്കുന്നത് പറഞ്ഞു. അപ്പൊ അത് HMC അഡ്വാൻസ് രജിസ്റ്റർ അതിനകത്ത് നമ്മൾ ചേർക്കുകയും കൂടെ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും അവസാനം കാണിച്ചിട്ടുള്ള ഒരു കാര്യം അതും ഇമ്പോർട്ടന്റ് ആണ്. അതായത് 2021 മാർച്ച് മാസത്തിന് ശേഷം ഇപ്രകാരം നമ്മുടെ ഇലക്ട്രിസിറ്റി, ടെലിഫോൺ ചാർജ്, ഇമേജിന്റെ ചാർജ് ഇവയൊക്കെ അടച്ചതിന് HMC നിന്നും ഫണ്ടിൽ നിന്നും എടുത്തു, പക്ഷെ അതൊന്നും തിരിച്ചടച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ബന്ധപ്പെട്ടവരുടെ ബാധ്യതയായിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. അതായത് നമ്മളത് അറ്റ്ലീസ്റ്റ് നമ്മളത് LHD നമ്മുടെ കത്തെഴുതി ചോദിക്കുകയും ചെയ്യണം. പലപ്പോഴും ഇത് കിട്ടാൻ ഇപ്പോൾ വലിയ താമസമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, പ്രൊജക്ട് തന്നെ ഉള്ളത് കൊണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ അത് നമ്മൾക്ക് ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് തന്നെ വരാം. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ഇത്രയുമാണ് നമ്മൾ ഒരു ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മളെ ഓഡിറ്റിന്റെ ഫയലുകൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ടത് ഓഡിറ്റ് ഫയലുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഓഡിറ്റ് ഫയലുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്ന ഒന്നാണ് ജീവനക്കാരുടെ സർവീസ് ബുക്ക് എന്നുള്ളത്. സർവീസ് ബുക്ക് പരിപാലിക്കുക എന്നുള്ളത് അത്ര കോംപ്ലിക്കേറ്റഡ് സംഭവമല്ല. പക്ഷെ എങ്കിലും നമ്മൾ അല്ല പലപ്പോഴും അത് എഴുതാറുള്ളത് എന്നും, അതുപോലെ തന്നെ നമ്മുടെ സർവീസ് ബുക്ക് നമ്മുടെ കയ്യിലല്ല, AGയുടെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ടും നമ്മൾ ആ ഭാഗത്തെ പറ്റി പലപ്പോഴും ഇഗ്നറന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് സർവീസ് ബുക്ക് പാലിക്കുക എന്നുള്ളതിനകത്ത് പറയുന്നത് നമ്മുടെ KHMയുടെ സൈറ്റിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സർവീസ് ബുക്ക് എന്നുള്ള ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു സർവീസ് ബുക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സർവീസ് ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വരുന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻ, ഇത് MOയ്ക്ക് കിട്ടിയ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്. അതായത് നമ്മുടെ സ്റ്റാഫ് നമുക്ക് ലീവ് സറണ്ടർ ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണെങ്കിലും നേരത്തെ നമുക്ക് ലീവ് സറണ്ടർ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പലപ്പോഴും സ്റ്റാഫ് നമുക്ക് ലീവ് സറണ്ടറിന്റെ ആപ്ലിക്കേഷൻ തരും. അപ്പോ അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന പീരീഡിൽ അവർക്ക് എത്രയാണോ ആർജിത അവധി, അതായത് അവർക്ക് ഏൺ ലീവ് എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് അതിനകത്ത് നിന്നും കുറവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഈ ഏൺ ലീവ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ടുവേഴ്സ് ദി എൻഡ് ഓഫ് ഈ സർവീസ് ബുക്ക് ആണ്. ആ ഒരു പേജിനകത്ത് ഏൺ ലീവ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലീവ് ഒക്കെ നമ്മൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിനകത്തൊന്നും പലപ്പോഴും സംഭവിക്കാറുള്ള വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സർവീസ് ആയ ജീവനക്കാർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു കാലയളവിൽ ഈ ഒരു ഏൺ ലീവ് കൗണ്ട് ചെയ്യുന്ന അവിടെ നിർത്തും. അപ്പോൾ പിന്നീട് അത് കൗണ്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഏൺ ലീവ് സറണ്ടർ ചെയ്യുമ്പോഴുള്ള അത് കുറയ്ക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് പലപ്പോഴും ആ ഭാഗം ചെയ്യാണ്ട് ഓരോ വർഷവും അവർക്ക് 30 ഏൺ ലീവ് ആണ് പരമാവധി സറണ്ടർ ചെയ്യാൻ പറ്റുന്നത്. ആ 30 ഏൺ ലീവ് അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുക്കും. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോ പിന്നീട് ലീവ് എടുക്കേണ്ടേക്ക് വരുമ്പോൾ എത്രയാണ് ലീവ് അക്കൗണ്ടിനകത്ത് ഏൺ ലീവ് ഉള്ളത് എന്നൊക്കെ കണക്കൂട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഒരു കാരണവശാലും എത്രയാണ് ഏൺ ലീവ് എന്നുള്ളത് നോക്കാതെ ലീവ് സറണ്ടർ നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. മറ്റൊന്ന്, ഇത് ചെറിയ ചെറിയ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ് സർവീസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് അതിന്റെ പേജ് നമ്പറിൽ കുടുംബ വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട്, അത് പൂരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ, അതായത് ഏത് ആൾക്കാരെ ആണെങ്കിലും ജനന തീയതി സ്കൂൾ രേഖയുമായിട്ട് ഒത്തുനോക്കിയിട്ട് അത് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ആ സമയത്തെ സ്ഥാപന മേധാവിയാണ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ അതിന്റെ സർവീസ് ബുക്കിനകത്ത് GPF, SLI, GAS അവയുടെ നോമിനേഷൻ വിവരങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് സാക്ഷ്യപ്പെടുത്താത്തതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ ഏൺ ലീവും ഓരോ സേവന വർഷത്തിന് ശേഷവും നമുക്ക് എത്രയാണോ ലഭിക്കേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ സർവീസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MOസിന്, മെഡിക്കൽ ഓഫീസേഴ്സിന് വന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻസ് അവർ അയച്ചു തന്നതാണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒരു സർവീസ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ് ഒരു മെഡിക്കൽ ഓഫീസർക്ക് വരിക എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ്. ഇതൊന്നും ഞാൻ മുഴുവനായിട്ടും പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഈ PDF കിട്ടുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പം തന്നെ നമ്മുടെ KGMയുടെ സൈറ്റിനകത്ത് എങ്ങനെയാണ് ഒരു സർവീസ് ബുക്ക് കൃത്യമായിട്ട് പരിപാലിക്കുക എന്നുള്ളത് പറയുന്നത് കൊണ്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോ വേറൊരു കാര്യം, ഈ അടുത്ത് സംഭവിച്ച ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്ഥാപനത്തിലെ സർവീസ് ബുക്ക് ഉള്ള ജീവനക്കാരിൽ എത്ര പേരുടെ പ്രൊബേഷൻ
പീരീഡ് കഴിഞ്ഞിട്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത എത്ര ജീവനക്കാരുണ്ട് എന്ന് നോക്കണം. അത് നോക്കിയിട്ട് ഒന്ന് DMOയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടേഴ്സിന്റെ കാര്യമല്ല, കാരണം ഡോക്ടേഴ്സിന്റെ സർവീസുകൾക്ക് AGയുടെ കയ്യിലാണ്. അപ്പൊ ഇത് പറയാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് സംഭവിച്ചൊരു ഇൻസിഡന്റ് ആണ്. ഒരു ക്ലർക്ക് 10 വർഷമായിട്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഈ 10ാം വർഷം അവരൊരു സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അത് കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവര് പ്രൊബേഷൻ ഡിക്ലെയർഡ് അല്ലാത്ത കണക്കിൽപ്പെടുത്തി അവരെ വകുപ്പിൽ നിന്ന് സർവീസിൽ നിന്ന് നമുക്ക് പുറത്താക്കാം. പക്ഷെ അങ്ങനെ നോട്ടീസ് കൊടുത്തപ്പോൾ അവരുടെ വക്കീൽ പറഞ്ഞു കൊടുത്ത ഒരു ബുദ്ധിയാണ്, അതായത് എന്റെ പ്രൊബേഷൻ സമയത്ത് ഡിക്ലെയർ ചെയ്യാത്ത കാര്യം വകുപ്പിന്റെ ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്റെ നേരത്തെയുള്ള സ്ഥാപന മേധാവിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ്. അത് സാങ്കേതികപരമായിട്ട് നോക്കുമ്പോൾ അതൊന്നും ശരിയാണ് എന്ന് പറയേണ്ടി വരും. അവർക്കെതിരെയും എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരും. പക്ഷെ ഇത് ആ രീതിയിലേക്ക് പോയിട്ടില്ല. എന്തായി കഴിഞ്ഞാലും നമ്മളെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ട പീരീഡ് കഴിഞ്ഞിട്ടും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ അവര് ആ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ DMOയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ ഒരു കത്ത് എഴുതേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദൈനംദിനം എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് അറ്റൻഡൻസ് രജിസ്റ്റർ എന്നുള്ളത്. അപ്പൊ അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് ജീവനക്കാരുടെ തസ്തിക, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ എത്രയൊക്കെ ജീവനക്കാരുണ്ടോ അതിനകത്ത് ആൾക്കാരില്ലെങ്കിൽ പോലും ആ ഒരു തസ്തിക അവിടെ അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് എഴുതണം. അറ്റൻഡൻസ് രജിസ്റ്റർ പാലിക്കേണ്ടതും നമ്മുടെ KGBയുടെ സൈറ്റിനകത്തുണ്ട്. അതുകൊണ്ടും അതിന്റെ കാര്യത്തിനകത്തേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അവിടെ നമ്മളെ MO നോക്കേണ്ട 2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാ തസ്തികയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ തസ്തിക ഉണ്ടെന്ന് അറിയാൻ നമ്മൾ കേഡർ രജിസ്റ്റർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഒരു പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും ആ തസ്തികയുടെ പേര് അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ പെൻ നമ്പർ അതിനകത്ത് എഴുതിയിരിക്കണം. MO ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ദിവസവും എന്നോണം, അതായത് അവധി ദിവസങ്ങൾ ഒഴികെ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ അറ്റൻഡൻസിന്റെ ഏറ്റവും താഴത്തെ കോളത്തിൽ MO ഒരു ഇനീഷ്യൽ ചേർക്കണം. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അന്നത്തെ ദിവസത്തെ കോളങ്ങൾ MO പരിശോധിച്ച് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കോളങ്ങൾ പരിശോധിക്കും കൂടെ വേണം. ഇപ്പൊ ഇതിനകത്ത് കാണാം ഫീൽഡ് വിഭാഗം ജീവനക്കാരുടെ കോളങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവരുടെ സബ് സെന്ററിൽ പോയിട്ട് അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അത് FWC എന്നോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ T എന്നുള്ള രീതിയിലോ ടൂർ ആയിട്ടോ നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ടാവണം. അപ്പൊ അല്ലാതെ ഇത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു രീതിയിലേക്ക് പോകാനായിട്ട് പാടുള്ളതല്ല. ബ്ലാങ്ക് ആയിട്ട് വിടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു MOയ്ക്ക് വന്ന ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ആണ്. ആദ്യപട്ടികയിൽ പലതരങ്ങളായിട്ട് വെട്ടലും തിരുത്തലും കാണുന്നു, വായിക്കാനുള്ള ഉപയോഗം കാണുന്നു. അപ്പോ അതൊന്നും പാടില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ഏതൊക്കെ അവർ ലീവ് എടുക്കുമ്പോൾ ലീവ് എന്തൊക്കെയാണ് എന്നുള്ളത് ചേർക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു ഗ്രോസ് മിസ്റ്റേക്ക് ആണ്. ഫെബ്രുവരി, അത് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്, ഫെബ്രുവരി മാസത്തിൽ ഇല്ലാത്ത ദിനത്തിലൊക്കെ ഹാജർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ പിന്നെ ചില ജീവനക്കാർ ഹാജർ പുസ്തകത്തിൽ ഹാജർ രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ, നേരത്തെ പറഞ്ഞ രീതിയിൽ ഓരോ ദിവസവും ഈ പറഞ്ഞ താഴെ ചുരുക്കപ്പ് ചേർക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വിട്ടു. പക്ഷെ ഈ രീതിയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ പലപ്പോഴും ഈ രീതിയിൽ അറ്റൻഡൻസ് രജിസ്റ്റർ വളരെ ക്രമരഹിതമായിട്ട് സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് അവധി അനുവദിക്കുമ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അത് കാഷ്വൽ ലീവ് ആണെങ്കിലും ഒരു കോമ്പൻസേറ്ററി ഹോളിഡേ ആണെങ്കിലും ഒരു അവധി അപേക്ഷ അവരോട് എഴുതി തരാനായിട്ട് പറയണം. അപ്പൊ ആ അവധി അപേക്ഷ എഴുതിയിട്ട് അതിനകത്ത് താഴെ MO ഇനീഷ്യൽ ചെയ്യണം. ചിലപ്പോൾ അവർക്ക് അന്ന് തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ കാഷ്വൽ ലീവ് നമുക്കറിയാം ആകസ്മിക അവധിയാണ്, അന്നത്തെ ദിവസം തന്നെ അവർക്ക് ചിലപ്പോൾ ഇത് എത്തിക്കാൻ പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം ആണ് എങ്കിൽ പോലും ഒരു അവധി അപേക്ഷ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. കാരണം ഇതൊക്കെ പിന്നീട് എന്തെങ്കിലും എൻക്വയറി വരുമ്പോൾ ഇതൊക്കെ നോക്കുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് വേറെ തന്നെ. ഈ അവധിയപേക്ഷകളുടെ കാര്യത്തിനകത്ത് പലപ്പോഴും ഈ അപേക്ഷ തരും. ആ അപേക്ഷകൾ MOയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരോ, MO ആണെന്നില്ല, ചിലപ്പോ അവരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസർ അത് നോക്കാതെ തന്നെ വെറുതെ